വണ്ടിപ്പെരിയാറ്റിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിൻ്റെ വിവരങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങളെല്ലാം സശ്രദ്ധം നോക്കിക്കൊണ്ടിരുന്ന കാര്യമാണ്. അതിൻ്റെ കുറ്റച്ചാർജ് കോടതി കൊടുത്ത് അതിൻ്റെ ട്രയൽ നടന്നു. ഇന്ന് അതിൻ്റെ വിധി പ്രസ്താവിച്ചു. ഇന്ന് ആ പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് അർജുനെ 24 വയസ്സുള്ള അർജുനെ വെറുതെ വിട്ടു. SFI DYFIയുടെ ആയിരുന്നു അർജുനൻ. അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് ആണ്, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണ് വെറുതെ വിട്ടെന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ധാരാളം ആ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളും അവരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു. ഈ കേസിനകത്ത് പോലീസിന് വളരെയധികം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ കേസ് അന്വേഷിക്കേണ്ടത് ഒരു DYSP ആയിരുന്നു. കാരണം കുട്ടി മൈനറാണ്, 6 വയസ്സുള്ള കുട്ടിയാണ്. അതിനെ സ്വയം ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല, അതിനെ കെട്ടിത്തൂങ്ങാൻ പറ്റില്ല, അതിനുള്ള അറിവില്ല. ആ കുട്ടിയെ പീഡിപ്പിച്ചു. ആ കുട്ടിയെ നിരന്തരം ആരോ പീഡിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അത് അബോധാവസ്ഥയിലായപ്പോൾ അതിനെ കെട്ടിത്തൂക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ, ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം അതിനെ കുറേ നാളുകളായി ആരോ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഹോമോസെക്ഷൽ അതിനെ സംബന്ധിച്ച് അതിനെ അൺനാച്ചുറൽ ഒഫൻസും ചെയ്തിട്ടുണ്ട്. 377 എന്നുള്ള വകുപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. SC/ST വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. അത് തീർച്ചയായിട്ടും ശിക്ഷ കൂടുന്നതാണ്. ആ വകുപ്പും ചേർത്തതായിട്ട് അറിവില്ല. SC/ST വകുപ്പും അതിനകത്ത് വന്നിട്ടില്ല. ഓരോ പീഡനത്തിനും, മൈനറായ കുട്ടിയുടെ ഓരോ പീഡനത്തിനും തീർച്ചയായിട്ടും ഓരോ ലൈഫ് ഇംപ്രിസ്മെൻ്റാണ്. അതികഠിനമായ ശിക്ഷ നമ്മൾ പല പത്രവാർത്തകളിൽ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് 2, 3 കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് പോകേണ്ട ഒരു കേസ് തന്നെയാണിത്. ഈ കേസിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഒരു അന്വേഷണം നടത്തിയത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ അപാകതകൾ ഉണ്ടായി, പാകപ്പിഴകൾ സംഭവിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. TD സുനിൽകുമാർ എന്ന അന്നത്തെ വണ്ടിപ്പെരിയാറ്റിലെ ഉണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ അത് അന്വേഷിച്ചത്. അതൊരു DYSP അന്വേഷിക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്. കാരണം മൈനറായ കുട്ടിയാണ്. അതൊരു പോക്സോയുടെ പരിസ്ഥിതിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഒരു സ്പെഷ്യൽ ജഡ്ജിൻ്റെ മുമ്പിലാണ് അത് വരുന്നത്. അത് അന്വേഷണം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു സീനിയർ ഓഫീസർ തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ എന്ത് സംഭവിച്ചു, അതിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തിരിക്കുന്നത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചാലും അത് സൂപ്പർവൈസ് ചെയ്യുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവിടെ DYSPയും SP-യും ഉണ്ട്. ഇതുപോലെയുള്ള കേസുകൾ സൂപ്പർവൈസ് ചെയ്യേണ്ട അവരാണ്. അന്വേഷണം സൂപ്പർവൈസ് ചെയ്യേണ്ട ബാധ്യത അവർക്കുണ്ട്. കോടതിയിലെ പ്രോസിക്യൂഷൻ സമയത്ത് ഇവർ രണ്ടുപേരും കോടതിയിൽ ഹാജരായോ ഇല്ലയോ എന്നും അറിയേണ്ടിയിരിക്കുന്നു. കാരണം അതും അവരുടെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാണ്. സാക്ഷികളെ കൃത്യമായി കോടതി വന്ന് അവരെ കോടതി എക്സാമിൻ ചെയ്ത സമയത്ത് അത് പോലീസിൻ്റെ പോയിൻ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ടോ പറയുന്നുണ്ടോ എന്നൊക്കെ വീക്ഷിക്കേണ്ട ചുമതല DYSPക്കും SP-ക്കും ഉണ്ട്. അതൊന്നും ഇവിടെ നടന്നു കണ്ടില്ല. ലാഘവബുദ്ധിയോടെ ഈ കേസ് പരിഗണിച്ചു. അവരെ ആ കേസിൻ്റെ അന്വേഷണത്തിലെ മികവ് അതിനകത്തുണ്ടായില്ല. കാരണം ഇതൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ ഉള്ള ഒരു കേസാണ്. ഈ കേസ് വണ്ടിപ്പെരിയാറ്റിലെ ആ എസ്റ്റേറ്റിലെ ലയത്തിലെ ചൂരക്കുളം എസ്റ്റേറ്റിലെ ലയത്തിലാണ് ഈ കൊച്ച് താമസിക്കുന്നത്. കുട്ടിയുടെ മാതാപിതാക്കൾ പണിക്ക് പോകുമ്പോൾ 6 വയസ്സുകാരി വീട്ടിൽ തനിച്ചാണ്. തൊട്ടടുത്ത മുറിയിലാണ് ഈ കേസിലെ പ്രതിയായ അർജുൻ എന്ന SFI പ്രവർത്തകന് അല്ലെ DYSP പ്രവർത്തകന് താമസിക്കുന്നത്. പകൽ കുട്ടി തനിച്ചാണ്. ആ കുട്ടിയെ ചെറുപ്പം മുതൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന പലരും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇയാളാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന്. പക്ഷേ ഇയാളുടെ റോള് ഈ കേസിനകത്ത് ഇല്ല എന്നും അവരുടെ പ്രതിഭാഗം വക്കീലിൻ്റെ വാദഗതി നിരപരാധി ഒരാളെയാണ് ഈ കേസിൽ പ്രതിയാക്കിയത് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു റീഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട കേസാണ് എന്ന് പ്രതിഭാഗം ഹൈക്കോടതി വാദിക്കുമെന്ന് പറയുന്നു. നല്ല കാര്യം. അതിനകത്തൊന്നും തടസ്സമില്ല. റീഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലും ഈ പ്രതിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടിയാൽ വീണ്ടും അയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു റീഇൻവെസ്റ്റിഗേഷൻ വന്ന ആ പുതിയ തെളിവുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയോ മറ്റൊരാളെയോ കോടതിയിലെ ട്രയൽ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ചില സാങ്കേതിക പ്രശ്നം, നിയമപ്രശ്നം ഇതിനകത്തുണ്ട്. ഒരു കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്ത് ആ കേസിലെ പ്രതിയെ വിട്ടുകഴിഞ്ഞാൽ അത് ഒരു റീഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതിക്ക് സുപ്രീം കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. പോലീസിന് അതിന് അധികാരമില്ല.
ഒരു കേസ് വിട്ടുപോയി കഴിഞ്ഞാൽ അത് തെളിവിൻ്റെ അഭാവത്തിലാണ് ആ കേസ് വിട്ടുപോയതെന്ന് നമുക്കറിയാം. ഈ കേസിനകത്ത് പോലീസ് കൃത്യഭാഗം സാക്ഷികളെ ആരും തന്നെ ഇതിനകത്ത് സൈറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലുള്ള കേസാണ്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ കൃത്യമായി പോലീസ് ഇതിനകത്ത് കൊണ്ടുവരണമായിരുന്നു. അതിന് ശാസ്ത്രീയമായ തെളിവുകൾ മാത്രമാണ് ആധാരമാക്കേണ്ടത്. ഈ ഒരു കേസിനകത്ത് ആ അല്ലെങ്കിൽ ആ ലയത്തിൽ ആ മുറി താമസിക്കുന്ന കുട്ടി തൊട്ടടുത്ത മുറി താമസിക്കുന്ന ആളാണ് അർജുൻ. കാരണം അവിടെ വെളിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ അറിയും. അതിൽ പകൽ മിക്കവാറും ആ മുറിയിൽ തന്നെ ഉണ്ടാവും, അവിടെ തന്നെ ആണ് കാണുന്നതെന്നാണ് തുടക്കം മുതലേ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അയാളെ ഇപ്പം കോടതി വെറുതെ വിട്ട് കഴിഞ്ഞപ്പം അയാളെ ജീവൻ സംരക്ഷിക്കാനായിട്ട് അയാളെയും കൊണ്ട് എടുത്തുകൊണ്ട് ഓടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു. കാരണം ആ കുട്ടിയുടെ അമ്മയും വല്യമ്മയും കോടതിയിൽ ഈ കേസ് വെറുതെ വിട്ടു, പ്രതിയെ വെറുതെ വിട്ടു എന്നറിഞ്ഞപ്പോൾ അവരവിടെ കിടന്ന് വിലപിച്ചു, നിലവിളിച്ചു, അവിടെ കിടന്ന് ഉരുണ്ടു, അവരത് പ്രതിഷേധം രേഖപ്പെടുത്തി. അവരോടൊപ്പം ഉണ്ടായിരുന്ന വളരെയധികം ജനങ്ങളും ആ കോടതിയുടെ കോടതിയെ വരെ അവർ വിമർശിച്ചിട്ട് അവിടുന്ന് പോയി എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഇതുപോലെയുള്ള കുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്ന കേസുകളുടെ അന്വേഷണം, അവർക്ക് അന്വേഷണത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥരെ അന്വേഷിച്ചിട്ട് കുറച്ചുകൂടെ വിദഗ്ധമായ DYSമാരോ SP മാരോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച്, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലുള്ള ആരെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അത് നടത്തി അന്വേഷണം തീർക്കണമെന്ന് നിർബന്ധമില്ല. അയാൾക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തെളിവ് കളക്ട് ചെയ്യാൻ അയാൾക്ക് ഒരു എക്സ്പെർട്ടായ ആളല്ല എന്ന് സ്വയം തോന്നിയാൽ അത് തീർച്ചയായിട്ടും മേലുദ്യോഗസ്ഥരെ അന്വേഷിച്ചിട്ട് ആ അന്വേഷണം മാറ്റിക്കൊടുക്കുന്നതായിരുന്നു നല്ലത്. ഇവിടെ അങ്ങനെ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. ആ സർക്കിൾ ഇൻസ്പെക്ടറെയും അവിടെ വളരെയധികം ആൾക്കാർ വിമർശിക്കുന്നത് കണ്ടു. എന്തായാലും കേരളത്തിലെ ധാരാളം കേസുകൾ ഈ മൈനറായ കുട്ടികളെ പീഡിപ്പിച്ച് അവരെ കൊല്ലുന്ന കേസുകൾ ധാരാളം നടന്നിട്ടുണ്ട്. അത് എൻ്റെ ട്രയൽ പലതും നടക്കുന്നുണ്ട്. പല കേസിലും 99% കേസിനകത്ത് അവരെ ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ആ കുട്ടിയെ എത്ര പ്രാവശ്യം റേപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒന്നിൽ കൂടുതൽ റേപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റേപ്പിൻ്റെ ലൈഫ് ഇംപ്രസ്മെൻറ്റ് ചില കേസുകളിൽ, പ്രത്യേകിച്ച് ഈ കേസിലൊക്കെ 2, 3, 4 ലൈഫ് ഇംപ്രസ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ആ കുട്ടിക്ക് അൺനാച്ചുറൽ ഒഫൻസ് അനുസരിച്ച് ചില എവിഡൻസുകൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതിന് 377 വേറെ വകുപ്പുകളാണ്. ആ കുട്ടിയെ അത്ര ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന് അതിനുശേഷം ആ കുട്ടി പീഡനം കൂടിയപ്പോൾ അത് അബോധാവസ്ഥയിലേക്ക് പോയി അന്നേരം മരിച്ചു എന്ന് എഴുതി കെട്ടിത്തൂക്കി എന്നാണ് പോലീസ് കുറ്റച്ചാർജുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആ കോടതിയിലെ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ എന്ത് സംഭവിച്ചു എന്ന്, കോടതി എങ്ങനെയാണ് എവിഡൻസ് അനലൈസ് ചെയ്തത്, ആ എവിഡൻസിൻ്റെ അപാധകൾ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഈ കൃത്യം കണ്ടതായിട്ട് ഏതായാലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ബിൽഡ് ചെയ്ത് ഈ കേസിനകത്ത് ആരും തന്നെ കാണാൻ സാധ്യതയില്ല. ഇതിനകത്ത് 78ഓളം സാക്ഷികളുണ്ടായിരുന്നു പറഞ്ഞ് എന്ത് കാര്യത്തിനാണ് അത്രയും സാക്ഷികൾ വന്നതെന്ന് മനസ്സിലാകുന്നില്ല. കൃത്യം കണ്ട സാക്ഷികൾ ആരും ഇതിനകത്ത് ഇല്ലെങ്കിൽ 100 കണക്കിന് സാക്ഷികളെ ഇട്ടുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇവിടെ ഈ ഫോറൻസിക്കിൻ്റെ ഒരു എവിഡൻസിൻ്റെ അഭാവം ഇവിടെ വന്ന് അതിനത്ര എക്സ്പെർട്ട് ആയിരുന്നില്ല ആ CI എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. ആ കുട്ടിയുടെ DNA, അയാളുടെ DNA നമുക്ക് പരിശോധിക്കാൻ അവസരം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മാത്രം മതിയായിരുന്നല്ലോ എവിഡൻസിന്. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഇയാൾ 3 വയസ്സും 4 വയസ്സുമുള്ള ചില മിഠായികൾ കൊടുത്തു കുട്ടിയായിട്ട് വലിയ സ്നേഹത്തിലായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അവിടെ ഉള്ള സമയത്ത് കുട്ടിക്ക് ഇതുപോലൊരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾ ഇൻവോൾവാണ്, അല്ലെന്നുണ്ടെങ്കിൽ അയാൾ അറിയുന്ന ഒരാൾ ഇൻവോൾവ് ആയിരിക്കും. ഏതായാലും അയാളുടെ ആ പ്രതിയുടെ വക്കീൽ കോടതി പറഞ്ഞത് ആൾ മാറിപ്പോയി, ഞങ്ങളും ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി പറയും, അപ്പീലിൽ പറയും. നല്ല കാര്യം, പറയണം, പോലീസും പറയണം. അങ്ങനെയാണെങ്കിൽ വാദിക്കും പ്രതിക്കും തടസ്സമില്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു തടസ്സം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.